ഫിലിപ്പി ലേഖനം 1:16. ചിലരോ നല്ല മനസ്സോടെ തന്നെ. പൗലോസപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ചിലർ യേശുക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, എന്നാൽ മറ്റു ചിലർ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നു. ചിലരാകട്ടെ പൗലോസിന്റെ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനു വേണ്ടി അത് ചെയ്യുകയാണ്. പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ ആ പ്രതിവാദം ഇരട്ടിയാകണം, തന്റെ കഷ്ടത ഇരട്ടിയാകണം എന്നുള്ള അർത്ഥത്തിൽ ചെയ്യുകയാണ്. പക്ഷേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നെങ്കിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത്, അതിൽ സന്തോഷിക്കും. എന്ത് നല്ല ആത്മീക ദർശനമുള്ള ഒരു നേതൃത്വമായിരുന്നു പൗലോസിലുണ്ടായിരുന്നത്. തൻ്റെ ജീവിതത്തിൽ കഷ്ടം വരുത്തുവാൻ ഇച്ഛിച്ചുകൊണ്ട് ആളുകൾ പ്രസംഗിക്കുമ്പോൾ അവരെ നോക്കിയിട്ട് പറയുന്ന ഏറ്റവും വലിയ കാര്യം, ചിലർ നല്ല മനസ്സോടെ ആയിരിക്കാം, ചിലർ അസൂയ നിമിത്തമായിരിക്കാം, പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ക്രിസ്തുവിനെയാണല്ലോ അവർ പ്രസംഗിക്കുന്നത് എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ഈ വലിയ ആത്മീക ദർശനം നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതവുമായ കാര്യവുമാണ്.